കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന വിരൽ കുടിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ തം സക്കിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ നോർമലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു ഇതാണ് സക്കിംഗ് റിഫ്ലെക്സും അല്ലെങ്കിൽ തം സക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു 2-4 വയസ്സ് വരെയൊക്കെ നമ്മളിത് നോർമലായിട്ടാണ് കാണുന്നത്. 4 വയസ്സിന് മേളിൽ കാണപ്പെടുന്ന തം സക്കിംഗ് ഒക്കെ എന്താണ്, കുഞ്ഞിൻ്റെ ജോ ഡെവലപ്മെൻറ്റ്, ഫേസ് ഡെവലപ്മെൻറ്റിനെ ഒക്കെ ബാധിക്കും. ഇതൊരു ജോ മസ്കുലേച്ചറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് എന്താണ്, കീഴ്ത്താടിയും മോൾത്താടിയും എന്താണ് നാരോയിങ് അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു ഡയമെൻഷനിൽ അത് നാരോ ചെയ്ത് വരികയും വരാൻ പോകുന്ന പല്ലുകൾ എന്താണ് ഓവർ ക്രൗഡഡ് ആവുകയും ഫ്രണ്ടിലത്തെ പല്ലുകളെല്ലാം ഈ കൈ വെക്കുന്ന അല്ലെങ്കിൽ വിരൽ വെക്കുന്നത് കൊണ്ട് എന്താണ് ഫ്ലെയറപ്പ് ചെയ്ത് വരികയും ചില ശബ്ദങ്ങളൊന്നും കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓപ്പൺ ബൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ജോ ഡെവലപ്മെൻറ്റിനെയും ഫേസ് ഡെവലപ്മെൻറ്റിനെയും ഒക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ 4 വയസ്സിന് മുകളിൽ വരുന്ന എല്ലാ തം സക്കിംഗ് ഹാബിറ്റുള്ള കുഞ്ഞുങ്ങളെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കും. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അപ്ലയൻസ് ഡെൻറ്റിസ്ട്രിയിൽ അവൈലബിൾ ആണ്. അത് കൊടുക്കുകയും ഈ ഒരു ഹാബിറ്റിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്.